ബാറിന്റെ പ്രവർത്തന സമയം കൂട്ടിയതിനെ ചൊല്ലി രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുന്നു ക്രൈസ്തവ സഭകൾ. സംസ്ഥാനത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന മദ്യനയം പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ഓർത്തഡോക്സ് സഭ ആവശ്യപ്പെട്ടത്. നാടിനെ നാശത്തിലേക്ക് നയിക്കുന്ന തീരുമാനമെന്നായിരുന്നു KCBCയുടെ പ്രതികരണം. സർക്കാർ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ സ്പീഡിൽ ചെയ്യുന്നുണ്ട്. മന്ത്രിസഭയോ ആരും തന്നെ അറിയാതെ പെട്ടെന്ന് 2-3 മണിക്കൂർ നീട്ടിക്കൊടുത്തു എന്നൊരു വാർത്ത കാണുന്നു. മദ്യം മറ്റു കാര്യങ്ങൾക്കൊക്കെ അതൊക്കെ ഈസി ആയിട്ടാണ് പെട്ടെന്ന് കാര്യം സാധിക്കുന്നത്. സമൂഹത്തിന് താളം തെറ്റുന്ന പരിപാടികളുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഭരണകൂടമല്ലേ ശ്രദ്ധിക്കേണ്ടത്. ഇതുവരെ നശിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം വീണ്ടും നശിക്കട്ടെ എന്നാണ് അർത്ഥം. പണം സാമ്പത്തികം കിട്ടുമായിരിക്കാം, പക്ഷെ അതിനപ്പുറമായി ഉണ്ടാകുന്ന നശീകരണം, ശിഥിലീകരണങ്ങൾ അത് വളരെ വലുതായി മാറുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ കഴിഞ്ഞ ജനറൽ ബോഡി കൂടിയപ്പോൾ ഒരു പത്രവാർത്ത കൊടുത്തിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കുന്ന കാരണത്താല് ഓരോ പാർട്ടിയും ഈ മദ്യത്തിന്റെ കാര്യത്തിലുള്ള അവരുടെ നയം വ്യക്തമാക്കണമെന്ന്. നമ്മൾ നയം വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിലവിലെ നയങ്ങളിൽ നിന്ന് പിന്മാറി സമൂഹത്തിന്, യുവതലമുറയ്ക്കും കുട്ടികൾക്കും അനുകൂലമായ രീതിയിലുള്ള അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു നയം അവരുടെ രാഷ്ട്രീയ നയരേഖയിൽ ഉൾപ്പെടുത്തുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷെ ഇപ്പൊ തികച്ചും ഓപ്പോസിറ്റ് ആയിട്ടാണല്ലോ ഇവരുടെ നടപടി പോകുന്നത്. വളരെ ശക്തമായി KCBC മദ്യവിരുദ്ധ സമിതി എതിർക്കുന്നു. അത് വലിയ നാശത്തിലേക്കല്ലേ നമ്മുടെ നാടിനെ കൊണ്ടുപോവുകയുള്ളൂ. തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാ പാർട്ടികളും ഈ വിഷയത്തിൽ അവരുടെ വ്യക്തമായ നയം രേഖപ്പെടുത്തേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. സജോ ദേവസിയാണ് ചേരുന്നത്. സജോ, രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഇപ്പോൾ ക്രൈസ്തവ സഭകൾ പ്രതികരിക്കുന്നത്. മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ പോവുകയാണോ മലയാളികൾ എന്ന ചോദ്യം തന്നെ ഉയർത്തുന്നു. വിനീത, KCBCയും വിവിധ ക്രൈസ്തവ സഭകളും ഓർത്തഡോക്സ് സഭയടക്കമുള്ള വിവിധ ക്രൈസ്തവ സഭകളും സഭാ സംഘടനകളും കടുത്ത ഭാഷയിലുള്ള രൂക്ഷമായ വിമർശനമാണ് ഈ ബാറിന്റെ സമയക്രമം ദീർഘിപ്പിക്കാനുള്ള തീരുമാനത്തിൽ ഉന്നയിക്കുന്നത്. അവർ പറയുന്ന വളരെ കടുത്ത വിമർശനം KCBC മദ്യവിരുദ്ധ സമിതിയുടെ പ്രതിഷേധ കുറിപ്പിലുണ്ട്. അവർ പറയുന്നത് വിനോദസഞ്ചാരികളുടെ മറവിലാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് എന്ന് പറയുന്നു. പക്ഷെ വിനോദസഞ്ചാരികൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത് ഇവിടുത്തെ ചളുക്ക് ബ്രാൻഡി കുടിക്കാനല്ല എന്ന പരാമർശം പോലും അതിലുണ്ട് ആ പ്രതിഷേധ കുറിപ്പിൽ എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. മറ്റൊരു ഗുരുതരമായ ആരോപണം കൂടിയും KCBCയുടെ മദ്യവിരുദ്ധ സമിതി ഉന്നയിക്കുന്നുണ്ട്. മിന്നൽ വേഗത്തിലുള്ള ഈ തീരുമാനം തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലെ ഒരു ഡീലാണ് എന്ന് സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുകയില്ല. അതൊരു വലിയ നാശത്തിലേക്ക് പോകുന്ന ഒരു തീരുമാനമാണ്. ഇത് തിരുത്തണം എന്നാവശ്യപ്പെടുകയാണ് KCBC മദ്യവിരുദ്ധ സമിതി. സമാനമായ നിലപാട് തന്നെ ഓർത്തഡോക്സ് സഭയും മുന്നോട്ട് വയ്ക്കുന്നു. ഇങ്ങനെ നേരത്തെ തന്നെ, അതായത് ഇതൊരു നയമാണ്, മദ്യനയത്തിന്റെ കാര്യത്തിൽ പൊതുവിൽ സ്വീകരിക്കാറുള്ളത്. മുന്നണികൾ ഏതാണെങ്കിലും അതിൽ ആവശ്യമായ കൂടിയാലോചനകളും മറ്റുമൊക്കെ ശേഷമാണ് തീരുമാനത്തിലേക്ക് പോവുക. പക്ഷേ ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. വളരെ വേഗത്തിലൊരു തീരുമാനമായിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് കടുത്ത പ്രതിഷേധം ഈ വിഷയത്തിൽ തുടരും എന്നാണ് ക്രൈസ്തവ സഭകളും സംഘടനകളും വ്യക്തമാക്കുന്നത്. ശരി, സജോ ദേവസിയാണ് ചേരുന്നത്. ഇതാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള ഈ തീരുമാനം ക്രൈസ്തവ സഭകളുടെ രൂക്ഷമായ വിമർശനത്തിന് കൂടി ഇടയാക്കിയിരിക്കുന്നു. ഏതായാലും ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടിയ സർക്കാർ തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ലത്തീൻ സഭയുടെ വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേരയും എത്തുന്നു. രാത്രികാലങ്ങളിൽ തെരുവ് യുദ്ധത്തിന് വേണ്ടിയുള്ള കളമൊരുക്കുകയാണ് സർക്കാർ എന്നാണ് വിമർശനം. ബാർ ഉടമകളെ താലോലിക്കാൻ എടുക്കുന്ന നിലപാട് നിർഭാഗ്യകരമാണ്. സ്ത്രീകൾക്കടക്കം വഴിയിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യം വരുമെന്ന് കൂടിയാണ് യൂജിൻ പെരേര റിപ്പോർട്ടറിനോട് പറഞ്ഞത്.